റിവ്യൂ ഇന്റർനാഷണൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ആട് 3 കണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ രാത്രിത്തെ ലേറ്റ് നൈറ്റ് ഷോ ആണ് പോയി കണ്ടത്. ഹൗസ്ഫുള്ളായിരുന്നു ഷോ. അപ്പൊ അത് കണ്ടു വന്നപ്പോഴേക്കും ശരിക്കും വൈകി. അപ്പൊ അതുകൊണ്ട് പിന്നെ രാത്രി തന്നെ വീഡിയോ ചെയ്യേണ്ട അച്ഛൻ്റെ രാവിലെ നമ്മൾ ഉറക്കപ്പിച്ചിൽ എനിക്ക് തന്നെ വീഡിയോ ചെയ്യാണ്. അപ്പോ ആട് 1 നമ്മുടെ തിയേറ്ററിൽ പരാജയമായിട്ടായിരുന്നു ഓടിയിരുന്നത്. പക്ഷെ OTT വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് ആട് 1. ഇപ്പോഴും കണ്ടറിഞ്ഞ അതിന്റെ സിനിമയുടെ ബാക്കി ഇഷ്ടംപോലെ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. പിന്നെ ആട് 2 വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ പോയി കണ്ട പടമാണ്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആട് 3 ഇപ്പൊ വന്ന്. അപ്പം ഇത് മനൽ തോമസ് തന്നെയാണ് ഡയറക്ടർ. പിന്നെ നമ്മുടെ ജയസൂര്യ, സജി കുറുപ്പ്, ധർമ്മജൻ, സണ്ണി വെയിൻ എല്ലാവരും സിനിമയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് ഫിലിമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ പടത്തിൽ കുറെ ചിരിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ചില ഭാഗങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ചിലത് ചിരിക്കാൻ ഇപ്പൊ എന്തൊക്കെയോ തട്ടിക്കൂട്ട് ചിരിപ്പിക്കാൻ നോക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്, ഫീൽ ചെയ്തത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ സിനിമ. നിങ്ങളിപ്പോ കണ്ടിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ അഭിപ്രായം കമന്റിൽ പറയാം. പടം കൊള്ളില്ലാന്നല്ല, നല്ലതൊന്നുമല്ല, അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന പടം. അപ്പൊ ഈ സീരീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അപ്പൊ ആട് 2 ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആട് 1, അത് കഴിഞ്ഞിട്ടേക്ക് ആട് 3 പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എന്താ പറ്റിയതെങ്കിൽ അല്ല, ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് പോയിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ പടം അത്ര ഒരുപാട് കത്താണ്ടിരുന്നത്. എന്തായാലും ടൈം ട്രാവലും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട്. അത് ഭാഗ്യം അത് ബോറാവുന്ന ഞാൻ വിചാരിച്ചു ടൈം ട്രാവലൊക്കെ കൊണ്ടുവരാം. എന്തായാലും അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും പാർട്ട് 1 ആണ് ഇറങ്ങിയത്. അപ്പൊ പാർട്ട് 2 എന്തായാലും അടുത്ത് തന്നെ ഇപ്പൊ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് റൈഡ്. അപ്പോ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് എൻജോയ് ചെയ്യാം. അപ്പൊ ഇതില് റിവ്യൂ ആയിട്ട് പറയാനായിട്ട് എനിക്ക് ഒരുപാടൊന്നും പറയാനൊന്നും ഇല്ല. കുറച്ച് ചെറിയൊരു ഷോർട്ട് റിവ്യൂ മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് കഥയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലാവും, പിന്നെ കഥ സ്പോയിലാവും, അത് ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഒരു ആവറേജ് ഫിലിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട അഭിപ്രായം കമന്റിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈ.